For latest news, subscribe our channel and press the bell icon to never miss any news. നമസ്കാരം, ഇത് വൺ ഇന്ത്യ മലയാളം. കേരളത്തിൽ നിന്നുള്ള ബിജെപിയുടെ ഏക രാജ്യസഭാ എംപിയാണ് നടൻ കൂടിയായ സുരേഷ് ഗോപി. ഇപ്പോൾ സുരേഷ് ഗോപി ബിജെപിയുടെ ദേശീയ കേന്ദ്ര നേതൃത്വങ്ങൾക്ക് ഭാരമാകുന്നു എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. പാർട്ടി പ്രവർത്തനങ്ങൾക്ക് ഊർജ്ജം പകരാനും പാർട്ടിയുടെ അടിത്തറ വിപുലപ്പെടുത്താനുമാണ് ബിജെപി സുരേഷ് ഗോപിക്ക് രാജ്യസഭാ സീറ്റ് നൽകിയത്. എന്നാൽ ഈ തലങ്ങളിൽ തീരെ ദുർബലമായ സുരേഷ് ഗോപി പ്രവർത്തനങ്ങളിലൂടെ പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കുന്നു എന്ന തിരിച്ചറിവിലാണ് നേതൃത്വം. ഇതോടെ താരത്തെ പൂർണ്ണമായും അവഗണിക്കുകയാണ് പാർട്ടി. മോദി അധികാരത്തിലെത്തിയതിന് പിന്നാലെ കേരളത്തിൽ നിന്നുള്ള ഒരു നേതാവിന് രാജ്യസഭാ MP സ്ഥാനം ലഭിക്കുമെന്നും നേരത്തെ ഒ രാജഗോപാലിന് ലഭിച്ച പരിഗണനയ്ക്ക് സമാനമായി കേന്ദ്ര മന്ത്രിസ്ഥാനം ലഭിക്കുമെന്നും കരുതിയിരുന്നു. വി മുരളീധരൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ വെച്ചു പുലർത്തിയിരുന്ന മോഹങ്ങളുടെ ചിറകരിഞ്ഞുകൊണ്ടാണ് സുരേഷ് ഗോപിക്ക് ആ സ്ഥാനം ലഭിക്കുന്നത്. തുടർച്ചയായി തെരഞ്ഞെടുപ്പുകളിൽ BJPക്ക് വേണ്ടി ചെറിയ തോതിൽ പ്രചാരണത്തിനിറങ്ങിയ സുരേഷ് ഗോപിയെ കേന്ദ്ര നേതൃത്വം കേരളത്തിലെ ക്രൗഡ് പുള്ളറായി കണക്കാക്കുകയായിരുന്നു. തുടർന്ന് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യ പ്രചാരകനായി കേന്ദ്ര നേതൃത്വം സുരേഷ് ഗോപിയെ നിയമിച്ചു. പ്രചാരണ കേന്ദ്രങ്ങളിൽ എത്താൻ വേണ്ടി സുരേഷ് ഗോപിക്ക് മുഴുവൻ സമയ ഹെലികോപ്റ്റർ സേവനവും നൽകി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിയെ മത്സരിപ്പിക്കാൻ സംസ്ഥാന നേതൃത്വം ശ്രമിച്ചിരുന്നുവെങ്കിലും തോൽവി മുന്നിൽ കണ്ട് സുരേഷ് ഗോപി പിന്മാറി. മിസ് കോൾ അടിച്ചു പോലും പാർട്ടി മെമ്പർഷിപ്പ് എടുക്കാതിരുന്ന സുരേഷ് ഗോപിയെ പ്രവർത്തന സമിതിയിലെടുത്തത് BJP നേതാക്കളിൽ മുറുമുറുപ്പുണ്ടാക്കിയിരുന്നു. എന്നാൽ പാർട്ടി അംഗത്വമില്ലാത്ത കുമ്മനം രാജശേഖരൻ സംസ്ഥാന അധ്യക്ഷനായി അവരോധിക്കപ്പെട്ട കാലമായതിനാൽ ആരും പരസ്യമായി എതിർപ്പുയർത്തിയില്ല. പ്രവർത്തക സമിതിയിൽ എത്തിയതിനു ശേഷമാണ് സുരേഷ് ഗോപി ഔദ്യോഗിക അംഗത്വം എടുക്കുന്നത്. തുടർന്ന് സുരേഷ് ഗോപിയുടെ NSS ആസ്ഥാനത്തെ വിവാദ സന്ദർശനവും മോദിയുടെ അടിമയാണെന്ന അപഹാസ്യ പ്രസ്താവനയും BJPയുടെ അന്തസ്സിന് കോട്ടം വരുത്തിയെന്ന അഭിപ്രായം പല സംസ്ഥാന നേതാക്കൾക്കുമുണ്ടായി. മോദിയുമായും അമിത്ഷായുമായും അടുത്ത ബന്ധം സൂക്ഷിച്ചിരുന്ന സുരേഷ് ഗോപിക്കെതിരെ പരസ്യമായി ഒന്നും പറയാൻ ആരും തയ്യാറായില്ല. എന്നാൽ പാർട്ടി ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾ ഒന്നും തന്നെ സുരേഷ് ഗോപിക്ക് സാധ്യമാക്കാൻ കഴിയില്ലെന്ന് ദേശീയ നേതൃത്വവും തിരിച്ചറിഞ്ഞു. സംസ്ഥാനത്തെ ഏക BJP MP എന്ന നിലയിൽ സംസ്ഥാനത്തെ ഒരു വിഷയത്തിലും ഇടപെടാൻ താരത്തിന് കഴിഞ്ഞിട്ടില്ല. പാർട്ടിയുടെ അടിത്തറ വികസിപ്പിക്കാനോ മുന്നണിയിലേക്ക് ഏതെങ്കിലും സംഘടനയെയോ ആളുകളെയോ എത്തിക്കാനോ കഴിഞ്ഞിട്ടില്ല. ഈയിടെ കോഴിക്കോട് നടന്ന പൊതുപരിപാടിയിൽ എത്താതിരുന്ന സുരേഷ് ഗോപിയെ BJPയുടെ മുതിർന്ന നേതാവ് PS ശ്രീധരൻപിള്ള കടുത്ത ഭാഷയിൽ വിമർശിച്ചത് താരത്തോടുള്ള പാർട്ടിയുടെ അവമതിപ്പാണ് വെളിവാക്കുന്നത്. സുരേഷ് ഗോപി ചെയ്തത് ശരിയായില്ലെന്നും ഉയരങ്ങളിൽ നിൽക്കുമ്പോൾ ചവിട്ടി നിന്ന മണ്ണ് മറക്കരുതെന്നും ശ്രീധരൻപിള്ള പരസ്യമായി വിമർശിച്ചു. അമിത്ഷായുടെ കേരള സന്ദർശനത്തിൽ പാർട്ടി പ്രതിനിധികളുമായും മതപ്രതിനിധികളുമായും പ്രത്യേക കൂടിയാലോചനകൾ നടത്തിയെങ്കിലും സുരേഷ് ഗോപിയെ പ്രത്യേകമായി കാണാൻ തയ്യാറായിരുന്നില്ല. ഇത് ഉന്നത നേതൃത്വം സുരേഷ് ഗോപിയെ കൈവിട്ടതിന്റെ സൂചനയായാണ് വിലയിരുത്തപ്പെടുന്നത്. നാരദ ന്യൂസാണ് ഇത് സംബന്ധിച്ച വാർത്ത പുറത്തുവിട്ടിരിക്കുന്നത്. വാർത്തയോട് നിങ്ങൾക്കും പ്രതികരിക്കാം ഒരു കമന്റിലൂടെ. For latest news, like it, share it and subscribe to One India Malayalam.